ഹായ്, ഞാൻ നിങ്ങളുടെ നിഷാഗങ്ങ. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു 300 ഗ്രാം പച്ചരിയാണ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് അത് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. 4 കട്ട ശർക്കര എടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കണം. ജസ്റ്റ് ഉരുക്കി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി കട്ടയൊക്കെ ഉരുക്കി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കതൊരു അരിപ്പയിൽ കൂടെ അരിച്ച് അത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം ഞാൻ വെള്ളം ചേർക്കുന്നില്ല, പകരം ചൂടാറിയ ശർക്കര നീര് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു 4 പാളയം കോടമ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ടെടുത്ത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പഴം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നേരത്തെ അരി എടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് നാളികേരം എടുത്ത് അത് ഈ നെയ്യിലേക്ക് ഞാൻ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തീ സിമ്മിലിട്ട് വേണം വറക്കാനായിട്ട്. ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് അതും ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് അരച്ച് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ചൂടാറായിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കണം നമുക്ക് ഈ സമയം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഒരു പിഞ്ച് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എള്ളും ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. മധുരം നോക്കിയപ്പോൾ പോരാ, അപ്പോൾ ബാക്കി ശർക്കര നീരും കൂടി ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്നപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് അപ്പം ചുടാൻ നോക്കിയാലോ. അതിനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുഴികളിൽ നിറച്ച് മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിന് ശേഷം അതൊന്ന് ചൂടായി വരണവരെ കാക്കാം. ശേഷം മാവ് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറച്ചൊഴിച്ച് കൊടുക്കരുത്. കറക്റ്റ് ആ കുഴിയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താലാണ് നല്ല ഷേപ്പുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ജസ്റ്റ് അതൊരു ഭാഗം ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വരാറാവുമ്പോൾ നമുക്കതിനെ പതുക്കനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആവാറാവുമ്പോൾ നമുക്കിതെടുത്ത് എണ്ണ വാലാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുത്ത ബാച്ച് ഈ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു 32 ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്നോട് പറയണേ. ഓക്കെ, താങ്ക് യു.